റെഡിയാണോ? റെഡി. ഇങ്ങോട്ട് നോക്ക്. എടാ ടക്കേല, അത് കണ്ടില്ലേ? രണ്ട് മേഘങ്ങളുടെ ഇടയിൽ കൂടെ കയറിയാലേ നീ തീർന്നു കേട്ടോ. സൂക്ഷിച്ചാ നിനക്ക് നന്ന്. പക്കേല, നിന്നെ കൊണ്ടൊന്നും എന്നെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്കറിയാം. നീ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം. 360 ഡിഗ്രിയിൽ എന്റെ പ്ലെയിനിൽ ഞാൻ അങ്ങനെ കറങ്ങി നടക്കും. അതിൽ നിന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടും. നോക്കിക്കോ. നിങ്ങളുടെ ട്രെയിനിങ്ങിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. എങ്കിലും ആകാശത്ത് പറക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എതിരെ പക്ഷികൾ വരുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷികളൊക്കെ വന്നാലുണ്ടല്ലോ, ലെഫ്റ്റോട്ട് തിരിച്ചിട്ട് വലത്തോട്ടേക്ക് ഞാൻ അങ്ങനെ പോകും. ഒരു പ്രശ്നമില്ല. പക്കയില്ല, നമ്മളിപ്പോ എവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നേ? നമ്മൾ ഇത്രയും വേഗത്തിൽ താഴേക്ക് പോകണമെങ്കിലല്ലോ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും. നേരത്തെ ഭൂതം ബോസ് പറഞ്ഞിരുന്നു പക്ഷികളുടെ അടുത്ത് സൂക്ഷിച്ചു നിൽക്കണമെന്ന്. ഇപ്പൊ കുറച്ച് പേടി കുറഞ്ഞു കിട്ടി പക്കേല. ഇതും ഒരു വിധത്തില് അടിപൊളി തന്നെയാ. ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. അതൊന്നും പറ്റില്ല. ഇതെന്റെ ലക്കി ജാക്കറ്റാ. ഇപ്പൊ ലക്കി ജാക്കറ്റ് എന്ന് പറയാൻ സമയമല്ല ടക്കേല. അതിനെ കൊണ്ടൊരു പാരച്യൂട്ട് ആക്കി നമുക്ക് രക്ഷപ്പെടാനുള്ളതാ. പാരച്യൂട്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തരാം. പക്കേല, അങ്ങോട്ട് നോക്കിയേ. നമ്മുടെ കൂട്ടുകാരൻ മണ്ണുവിന്റെ വീടാത്. ശരിയാണല്ലോ. പക്ഷെ മണ്ണുവിന്റെ വീട്ടിലോട്ട് പോയാ നമ്മുടെ ഭൂതം ബോസിന്റെ ട്രെയിനിങ് എന്താ? ഒന്ന് പോടാ അവിടെ നിന്ന്. വെറുതെ എയറോപ്ലെയിൻ ഓടിച്ചോണ്ട് മടുപ്പ് തോന്നുന്നുണ്ട്. അതൊന്നും മറന്നൂടെ? അവന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ചിരിക്കാം. വേണ്ടിട്ടൊക്കെയല്ലോ, കാരണം അവന്റെ വീട്ടിൽ കടിക്കുന്ന ഒരു പട്ടിയുണ്ടെന്നേ. അതുകൊണ്ട് നമുക്ക് ആദ്യം സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം. ആദ്യം പോയി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. സ്വിമ്മിംഗ് പൂൾ മതി. മണ്ണുന്റെ വീട് എന്ത് അടിപൊളിയായിരിക്കുന്നു. കണ്ടില്ലേ, മണ്ണു എക്സ്പെരിമെന്റ്സിൽ ബിസിയാണ്. വരൂ, നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിക്കാം. ഭൂതം ബോസ് കാണാതെ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമായത്. ടക്കേല പക്കേല, നിങ്ങൾ രണ്ടുപേരാണോ? നിങ്ങൾ ചിമ്മിനി വഴിയാണോ വന്നത്? മുമ്പിൽ കൂടി വരാന്ന് വിചാരിച്ചത്, പക്ഷെ ചെറിയൊരു തെറ്റുപറ്റി പോയി. അതുകൊണ്ടാണ് ഈ വഴിക്ക് വരേണ്ടി വന്നത്. ഈ വഴി കൂടി അങ്ങനെ വന്നു. പക്ഷെ ഇത് നിന്റെ വീടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. യാദൃശ്ചികമായി വന്നു. പക്ഷെ നിന്റെ വീടാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ അകത്തേക്ക് വന്നു. ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ രണ്ടുപേരും ഭൂതം ബോസിന്റെ രക്ഷപ്പെട്ടില്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. എന്താ ശരിയല്ലേ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്റെ മന്നു. അത് പിന്നെ ഞങ്ങൾക്ക് ഭൂതം ബോസ് പ്ലെയിനിൽ പറക്കാനുള്ള ഒരു ട്രെയിനിങ് തന്നിരുന്നു. അപ്പോഴാ പ്ലെയിൻ ഒന്ന് ക്രാഷ് ആയി. ഓ, അങ്ങനെയാ? പ്ലെയിൻ ക്രാഷ് ആയി എന്ന് മാത്രം പറയല്ലേടാ, ഒരു പൊടി പോലും കിട്ടിയില്ലെന്ന് വേണം പറയാൻ. അത്രയ്ക്കാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും പ്ലെയിൻ ഓടിക്കുന്നത് ഇന്നത്തോടെ നിർത്തി. ഞങ്ങൾ എപ്പോഴും ഫിറ്റ് ആണ് ബോസ്. ഒരു മിനിറ്റ്, മന്നുവിന് നമ്മളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അവൻ എന്തോ പ്രശ്നമുണ്ട്. നിനക്ക് വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ പറയുമല്ലോ. നിങ്ങൾ എന്റെ കൂടെയുള്ളപ്പോ എനിക്കെന്ത് പ്രശ്നം ഉണ്ടാവാനാ? എന്താ ശരിയല്ലേ? പക്ഷെ എനിക്ക് തീരാത്തൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം മാത്രം എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു തരാൻ പറ്റുമോ? വാവ്, നിന്റെ സംസാരത്തിൽ ഞാൻ വീണിരിക്കുന്നു. നമിച്ചടാ, നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞു. ബോത്ത് ബോസ്, ഇതാ എന്റെ പുതിയ ഇൻവെൻഷൻ. പ്രസന്റിംഗ് സ്പേസ് ടൈം പോർട്ടൽ. എന്താണ് മന്നു? ബോത്ത് ബോസ്, ഈ ടാബിൽ നമുക്ക് പോകേണ്ട അഡ്രസ് ഇട്ട് കഴിഞ്ഞാ ഇതാ ഇതുപോലത്തെ ഒരു വഴി ഉണ്ടാകും. ഇതിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഈ പോർട്ടൽ വഴി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ സാധിക്കും. ഇതാണ് എന്റെ പുതിയ ഇൻവെൻഷൻ. കൊള്ളാം, ഇത് പൊളിയാണല്ലോ മന്നു. ഇത് കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഇതിൽ നമുക്ക് പോവല്ലേ? ആദ്യം തന്നെ നമുക്ക് പാസ്ത കടയിൽ പോയി കഴിക്കാം. ലഞ്ച് മെക്സിക്കോയിൽ കഴിച്ച് എങ്ങനെ ഉണ്ടാവും? അവിടുത്തെ രാജ്ഞിയെ നമ്മളെ കണ്ടുപോലെ ഇരിക്കും. ഉടനെ അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. നമ്മൾ അവന്റെ ആഗ്രഹമാണ് സാധിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ പ്ലെയിൻ ഉപയോഗിച്ച് ഈ ലോകത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, അതല്ലേ? പക്ഷെ എന്റെ ആഗ്രഹം നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിക്കും അപ്പുറത്താണോ?
അതേ ഭൂതം ബോസ്, ഈ ലോകം കറങ്ങാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ കാണണം, എന്നിട്ട് കുറെ പഠിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ 3 പേരും നിന്റെ കൂടെ വരാം, പോരെ? ഇപ്പൊ തന്നെ പോകാം. അടിച്ചു പൊളിച്ചു പോവാന്നേ. കണ്ടില്ലേ എന്റെ പോർട്ടൽ മിഷൻ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു? എന്റെ മിഷൻ കാരണമല്ലേ നിങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധിച്ചത്. എന്ത് നല്ല സ്ഥലമാ, സൂര്യനെ കണ്ടില്ലേ? നമ്മുടെ മുമ്പിൽ ഒരു ലൈറ്റ് കത്തുന്നത് പോലെയുണ്ട്. മന്നു, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അല്ല, ഈ സ്പൈറൽ ഷിപ്പ് ആരുടെ ആയിരിക്കും? ഇതാണ് മിൽക്കി വേ ഗാലക്സി. നമ്മുടെ പ്ലാനറ്റ് എർത്ത് ഇല്ലേ, അത് ഇതിനേക്കാളും വളരെ ചെറിയതാ. ഏയ് ടക്കേല, നിന്റെ കൂടെ കഴിക്കാൻ വന്നിരുന്നെങ്കിൽ ഇതുപോലെ ഒരു അനുഭവം കിട്ടുമായിരുന്നു. അതുകൊണ്ട് നീ ഇതൊരു ടൂറാണെന്ന് വിചാരിച്ചോ? ടക്കേല പക്കേല, ഇവിടെ വെച്ചെങ്കിലും ഒന്ന് വഴക്കിടാതിരിക്കുന്നുണ്ടോ നിങ്ങള്? നമ്മൾ ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഇപ്പോഴുള്ളത്, മറക്കരുത്. ഭൂതം ബോസ്, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാനറ്റിലേക്ക് പോയാലോ? അടിപൊളി. ഞങ്ങൾക്ക് ഇത് വളരെ ആഗ്രഹമുണ്ട്. ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ പോയി നമുക്ക് എൻജോയ് ചെയ്ത് വരാൻ ബോസ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ എർത്തിലേക്ക് തന്നെ പോണം, മനസ്സിലായോ? താങ്ക് യു മനു. ക്യാപ്റ്റൻ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. നീ ചെയ്യുന്നത് വളരെ തെറ്റാണ്. അവിടെ നിൽക്ക്. അവന്റെ ട്രംപറ്റ് നമുക്ക് കിട്ടിപ്പോയി. വരൂ, പോകാം, വരൂ. ഓ, എങ്ങനെയോ നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നു. നമ്മളവിടെ പെട്ടെങ്കിലേ തീർന്നു തന്നെ കഥ. നമ്മൾ പോയ കാര്യം എങ്ങനെയോ സക്സസ് ആയി. നമ്മൾ ആ രാജാവിന്റെ ട്രംപറ്റ് എങ്ങനെയോ പൊക്കിക്കൊണ്ടുവന്നു. ഇനി ഇത് നമുക്കല്ലേ സ്വന്തം. നമ്മൾ ആഗ്രഹിച്ചത് നടന്നില്ലേ? ഇനി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇത് വെച്ച് സാധിച്ചെടുക്കാം. ആ ട്രംപറ്റ് അവർക്ക് എത്ര ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് കാണും. ഇത് എടുക്കാൻ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടതാ. നിങ്ങൾ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ ട്രംപറ്റ് എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ ശക്തി കൂടും. ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. അവർ രണ്ടുപേരും നമ്മുടെ പുറകെ തന്നെയുണ്ട്. ഭാഗ്യത്തിൽ കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചേനെ. അയ്യോ, എന്തൊരു ആഴം ഇത്. വേഗം ഈ ഡോർ അടയ്ക്ക്, പെട്ടെന്ന്. എല്ലാം പോയി. നമ്മുടെ ട്രംപറ്റ് ഇങ്ങനെ അവര് പൊക്കിക്കൊണ്ട് പോയല്ലോ. ഇനി നമ്മളെ കൊണ്ട് എങ്ങനെ പവർഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും? അതിനെ ആ കള്ളന്മാരെടുത്തോണ്ട് പോയല്ലോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ണീരൊഴുക്കുന്നത് എന്തിനാ? എങ്ങനെയെങ്കിലും അവരെ പിടിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ എത്രയോ ശ്രമിച്ചു നോക്കി. ഞങ്ങളുടെ എല്ലാ സേനകളെയും അവർ അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോയി. അവനെ വിടാൻ പോണില്ല. പകരത്തിന് പകരം ചെയ്തേ തീരൂ. അതെ, പകരത്തിന് പകരം തന്നെ. എല്ലാവരും പറയൂ, പകരത്തിന് പകരം വീട്ടിയിരിക്കും. അവൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു.
അതുകൊണ്ട് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും ആ ട്രംപറ്റ് നമുക്ക് വന്ന് ചേർന്നേ പറ്റൂ. ഹലോ റെഡ് ട്രംപറ്റ്, നീ എന്റെ കയ്യിൽ കിട്ടിപ്പോയി. ഇനി നീ എനിക്ക് സ്വന്തമാണ്. എന്ത് പറ്റിയടാ ഈ ക്യാപ്റ്റന് ഇങ്ങനെ ട്രംപറ്റിനോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു? നമ്മുടെ ക്യാപ്റ്റൻ അതിന്റെ ഒപ്പം കമ്പനി ആയല്ലോ. ആ, വെറും ക്യാപ്റ്റൻ അല്ലടാ, സൂപ്പർ ക്യാപ്റ്റൻ എന്ന് പറ. ഓക്കേ, സൂപ്പർ ക്യാപ്റ്റൻ. ആ ഗോൾഡൻ പ്ലാനറ്റിനകത്ത് പോകുന്ന എത്ര കഷ്ടം എനിക്കറിയൂ. ഓരോ സെക്കൻഡും ഓരോ ദിവസവും എത്ര കഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അറിയില്ലേ മണ്ടന്മാരെ? ഇനി എനിക്ക് ഇവിടെ യാതൊരു കഷ്ടവും വരാൻ പോകുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടതിനൊക്കെ ഫലം കിട്ടിപ്പോയി. ഇത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാ പവറും ഇനി നമുക്ക് മാത്രമാണ് സ്വന്തം. ഇനി നമ്മളാണ് ഏറ്റവും പവർഫുൾ ആയിരിക്കാൻ പോകുന്നത്. സന്തോഷിച്ച ആർമാദിക്കണ. ഗോൾഡൻ പ്ലാനറ്റിൽ നിന്നും നമുക്ക് ട്രംപറ്റ് കിട്ടിയ പോലെ ബ്ലൂ പ്ലാനറ്റിലേക്ക് പോയാലോ? അവൻ പറയുന്നത് ശരിയല്ലേ? ഗോൾഡൻ ട്രംപറ്റ് ഇത്ര അടിപൊളിയാണെങ്കിൽ അതെങ്ങനെയുണ്ടാവും ആലോചിച്ച് നോക്കൂ. അതും ബ്ലൂ പ്ലാനറ്റിലെ ബ്ലൂ ട്രംപറ്റ്. പ്ലാനറ്റ് ബ്ലൂ, ഇതാണത്. ഇത് തന്നെ കണ്ടില്ലേ ബോസ്? അപ്പൊ തീർച്ചയായും ഇവിടെ ബ്ലൂ ട്രംപറ്റ് ഉണ്ടാകും. നമുക്ക് സാവധാനമായി റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ സ്പേസ് ഷിപ്പിൽ തന്നെ അങ്ങോട്ട് പോകാം. എന്താ ഓക്കെ അല്ലേ? ഈ ട്രംപറ്റ് വെച്ച് നമ്മൾ ആ ബ്ലൂ പ്ലാനറ്റിലേക്ക് പോകാൻ പോകുന്നു. വേഗം! വെൽക്കം, ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇങ്ങനെ നിൽക്കുന്നേ? വേഗം പുതിയ പ്ലാനറ്റിലേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. അങ്ങോട്ട് പോകണം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്യണം. അവിടുത്തെ ഇതേപോലത്തെ ട്രംപറ്റ് നമ്മൾ കൊണ്ടുവരണം. ആ ബ്ലൂ പ്ലാനറ്റിലേക്ക് പോകണം, മനസ്സിലായോ? നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കും, കുറച്ചു നേരം വിശ്രമിക്കാമല്ലോ. ഇത് റെസ്റ്റോ? ഞാൻ എത്ര വലിയ കാര്യത്തിനെ കുറിച്ചാ പറയുന്നത്? നീ വിശ്രമത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പൊ റെഡ് ട്രംപറ്റ് ഉണ്ട്. നമ്മുടെ അടുത്ത ലക്ഷ്യം ആ ബ്ലൂ ട്രംപറ്റ് ആണ്. എല്ലാ ശക്തികളും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ലോകം കൺട്രോൾ ചെയ്യാൻ പറ്റൂ. നമ്മളെ ആരും കൺട്രോൾ ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? നമുക്ക് ആ ബ്ലൂ പ്ലാനറ്റിലേക്ക് പോകാം. ഓക്കെ ക്യാപ്റ്റൻ. അയ്യോ സോറി. ഓക്കെ ക്യാപ്റ്റൻ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തേക്കാം. അതെ ക്യാപ്റ്റൻ, ദേ അവിടേക്ക് നോക്കിയേ. അത് നോക്കിയേ, അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. ഇവരെല്ലാം എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? ഇവരെല്ലാവരും തീർച്ചയായും ബ്ലൂ പ്ലാനറ്റിൽ നിന്ന് വന്നവരായിരിക്കും. റെഡി ആയിരിക്കും. ഞങ്ങൾ തയ്യാറാണ് ബോസേ. പറഞ്ഞല്ല, മനസ്സിലായല്ലോ? അവരെല്ലാവരെയും നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ലേസർ ഗൺ തയ്യാറാണ് ക്യാപ്റ്റൻ. ഭൂതം ബോസ്, ഈ പ്രോജക്റ്റ് വെച്ച് ഞാൻ സയൻസ് എക്സിബിഷനിൽ ഫസ്റ്റ് പ്രൈസ് മേടിക്കും. അമ്മയ്ക്ക് നല്ല സന്തോഷാവും. ഞാനും നല്ല സന്തോഷത്തിലായിരിക്കും. അതേടാ, നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. സ്കൂളിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഉടനെ നാഷണൽ ലെവലിലേക്ക് പോയിക്കോ കേട്ടോ. ഒരുപാട് നോബൽ അവാർഡും ഓസ്കർ അവാർഡും ഒക്കെ വാങ്ങിക്കണം. അതിനാദ്യം നമ്മൾ നമ്മുടെ പ്ലാനറ്റിലേക്ക് പോകണം, അല്ലേ മന്നു? നമുക്ക് അവരൊപ്പം പോവാം. അയ്യോ, എനിക്കെന്ത് പറ്റി? പോകുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, വരുമ്പോ എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? എന്നെ കണ്ടിട്ട് എന്താ സ്കൂട്ടർ പോലെ തോന്നുന്നുണ്ടോ? ഒന്ന് താഴേക്ക് ഇറങ്ങടാ. എന്നെ കൊണ്ട് പറ്റുന്നില്ല, എഴുന്നേൽക്കൂ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മന്നു, നിന്റെ സയൻസ് പ്രോജക്റ്റ് ഒക്കെ തയ്യാറാണല്ലോ അല്ലേ? നീ അതൊക്കെ നല്ലോണം ചെയ്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കണം. ഞങ്ങൾ എന്തിനെ കെട്ടിയിട്ടിരിക്കുന്നത്? പറഞ്ഞത് ഇത് നിങ്ങളുടെ തലയെഴുത്താണ്. നിങ്ങൾ മൂലം ഞാൻ ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ് വിധി. ഈ ട്രംപറ്റ് എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ ശക്തി കൂടും. ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. ക്യാപ്റ്റൻ, നിങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ കയ്യിലുള്ള ട്രംപറ്റ് ഇങ്ങനെ ഊതിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ നല്ല ഗാംഭീര്യമായിരിക്കും. മണ്ണു എഴുന്നേക്ക്. മന്നുവിന് എന്താ വിഷമായിട്ടുണ്ട്? മന്നുവിന്റെ ചിരിയാണ് നിങ്ങൾ നിർത്തിക്കളഞ്ഞത്. ഇത് തെറ്റാണ്. മന്നുവിന്റെ സന്തോഷം മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് തന്നെ കൽപ്പന തരികയാണോ? എത്ര ധൈര്യമുണ്ടാവും നിങ്ങൾക്ക്? സ്പേസിൽ നിങ്ങളെ കണ്ടത് നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാ ഞങ്ങൾക്ക് ആ മെഷീനിന്റെ റിമോട്ട് കൺട്രോൾ വേണം.
ഇതാ ബോസേ. എന്താ? നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ ആ മെഷീന്റെ കൺട്രോള്? അതാണിത്. ഇത് അങ്ങോട്ട് എടുത്തോളൂ. ഇതെന്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇടയ്ക്കിടെ ബ്ലൂ പ്ലാനറ്റിലേക്ക് വരാൻ കഴിയൂ. പോയി അത് വാങ്ങിട്ട് വാ. ഏ, ഏ. ക്യാപ്റ്റൻ, നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ചെയ്തു. നീ ചെയ്തത് നല്ല പണിയാ. ക്യാപ്റ്റൻ, മന്നുവിന്റെ സന്തോഷം തിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ തിരിച്ചു കൊടുക്കാനല്ല എടുത്തത്. പറ്റില്ല. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുക്കും. അത് ആർക്കും തിരിച്ചു തരാൻ പറ്റില്ല. ഇനി എനിക്ക് മാത്രമാണ് എല്ലാം സ്വന്തം. ഓൾറെഡി ഗോൾഡൻ പ്ലാനറ്റിൽ നിന്നുമാണ് ഈ ട്രംപറ്റ് ഞങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവന്നത്. അവിടെ എല്ലാവരും ഇത് തെരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ കിട്ടത്തില്ല. ആ രാജാവ് തെരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ആരാണ് ആ രാജാവ്? ആ രാജാവിനെ നിനക്കറിയില്ലേ? എടോ, താൻ ആരാണെന്ന് പോലും അറിയില്ല. പിന്നെ അല്ലേ രാജാവ്? യാതൊരു ബന്ധമില്ലാതെ താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ പറയുന്നതും ചെയ്യുന്നതും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്നല്ല നിനക്ക് അറിയേണ്ടത്. നിങ്ങളുടെ ബ്ലൂ പ്ലാനറ്റിൽ എനിക്ക് ഇതേപോലത്തെ ഒരു ബ്ലൂ ട്രംപറ്റ് കിട്ടുമെന്ന് തോന്നി. ഇതിനു മുന്നേ ഗോൾഡൻ പ്ലാനറ്റിൽ നിന്നാണ് ഈ ട്രംപറ്റ് എടുത്തുകൊണ്ടുവന്നത്. ഗോൾഡൻ പ്ലാനറ്റിൽ നീ കാരണം ബുദ്ധിമുട്ടുന്നവരെയൊക്കെ രക്ഷിക്കണം. അതിനുശേഷം ആദ്യം നിന്നെ ഇവിടെ ഓടിക്കണം. ആ ചെയ്യ് പറ്റുമെങ്കിൽ ചെയ്യ്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ പവർഫുൾ ആയ ഈ ട്രംപറ്റ് ഉണ്ട്. ഇത് വെച്ച് എന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. മനസ്സിലായോ? നമുക്ക് ഇവിടുന്ന് പോവാൻ ക്യാപ്റ്റൻ. കാര്യം കഴിഞ്ഞ ഉടനെ ഞാൻ പോവേണ്ടതാ. പക്ഷെ ഇവൻ എന്നെ തന്നെ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് ഇവനെ ഞാൻ വെറുതെ വിട്ടാൽ അതെനിക്ക് നാണക്കേടാണ്. വിടില്ല ഞാൻ. ഇവന്മാർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാ. എന്റെ ഒപ്പം മത്സരിച്ച ആ ഗോൾഡൻ പ്ലാനറ്റിലെ ആൾക്കാര് ഈ ട്രംപറ്റ് കാണാതെ അവിടെ ഇരുന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വേണമെങ്കിൽ ഞങ്ങൾ ഏത് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടതെന്ന് പറയാമോ? ഇപ്പൊ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ലൊക്കേഷൻ നോക്കി പറയൂ. ക്യാപ്റ്റൻ, നിങ്ങൾ പറഞ്ഞ മാതിരി ലൊക്കേഷൻ കിട്ടി. അത് ഇപ്പോഴാണ് വന്നത്. എന്നാ നമുക്ക് പോവാം. ഇതിൽ ആ ലൊക്കേഷൻ ഇട്ടുവിട്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. എന്ത് പറ്റി? ഇവിടെ എന്തോ വെളിച്ചം തട്ടിയതുപോലെ ഉണ്ടായിരുന്നു. എന്റെ തല വേദനിക്കുന്നു. എനിക്ക് എന്ത് പറ്റി? എന്റെ സയൻസ് പ്രോജക്റ്റും എന്റെ കയ്യിൽ നിന്ന് പോയോ? നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. നീ സന്തോഷമായിരിക്കണം. നിന്റെ കൂടെ ഞങ്ങളുണ്ട്. പ്രശ്നങ്ങളെ നമുക്ക് വിരട്ടി ഓടിക്കാം. നിന്റെ സന്തോഷവും നിന്റെ മെഷീനും നിനക്ക് തിരികെ വേണ്ടേ? ആ ക്യാപ്റ്റനെ നമുക്ക് ആദ്യം പിടിക്കാം. പക്ഷേ ഭൂതം ബോസേ, ആ ക്യാപ്റ്റൻ എവിടെ പോയെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ബോസേ? അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരുപാട് പേര് ഒന്നിച്ചു കൂടുന്ന ഒരു സന്തോഷമുള്ള സ്ഥലം എന്നാണ് സംസാരിച്ചിരുന്നത്. സന്തോഷത്തോടെ എല്ലാവരും എവിടെയായിരിക്കും ഒന്നിച്ചു കൂടുക? ഈ ലോകം മുഴുവൻ എത്രയോ പേര് സന്തോഷമായിട്ടിരിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത ടൗണിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കുണ്ട്. അവിടെ ഞാൻ ഇരുന്ന് പഠിക്കാറ്. അതിന്റെ അടുത്തൊരു വലിയ സ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുക. അവിടെ ഇപ്പോ കുറെ ആൾക്കാരുണ്ടാവും. എല്ലാവരും അവിടെ ചിയർ ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും. വരൂ ടക്കേല പക്കേല. എവിടേക്കാ ബോസേ? ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക്. വേറെ എവിടെയാ? പക്ഷെ അവരവിടെ ഉണ്ടാവുമെന്ന് ബോസിന് എങ്ങനെയാ അറിയാ? ഞാൻ ഭൂതങ്ങളുടെ ബോസ് അല്ലേ? എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. ഉറപ്പായിട്ടും അവർ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടൊന്നും തന്നെ ആലോചിക്കാതെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. എന്നിട്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കണം. ആ മാച്ചിനേക്കാളും എന്റർടൈൻമെന്റ് ആയിരിക്കും. എങ്കിൽ ശരി, വരൂ, 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 നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. നമുക്ക് 3 പേർക്കും ഓരോ വഴികളിലൂടെ തിരയാം. ടക്കേല നീ ഇത് വഴിച്ചല്ലേ, പക്കേല നീ അത് വഴിച്ചല്ലേ. ഞാൻ ഇതിലൂടെ പോയി നോക്കട്ടെ. ആരെ എവിടെ വെച്ച് കണ്ടാലും ഉടൻ തന്നെ പറയണം. നമ്മുടെ മോട്ടീവ് അവരെ പിടിക്കുന്നതിൽ മാത്രമായിരിക്കണം. ഇനി കളിച്ചു നടക്കാതെ പറഞ്ഞ ജോലി ചെയ്തേ. എന്ത് പറയുന്നു? ഓക്കേ ഭൂതം ബോസേ. ഈ സ്ഥലം അടിപൊളിയാണല്ലോ. ബ്ലൂ പ്ലാനറ്റ് ഇത്രയും മനോഹരമാണോ? പക്ഷെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെ പാടില്ല. ഇതൊക്കെ എന്ത് കളിയാ? വെറുതെ ഒരു ബോളിനെയും ചവിട്ടിയിട്ട്. ആദ്യം ഈ കളി നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണം. ഇവരുടെ സന്തോഷം എങ്ങനെയെങ്കിലും നമ്മൾ തകർക്കണം. ഇവിടെയുള്ള ഇത്ര ആൾക്കാരാണ് ഒരു പന്ത് ഇങ്ങനെ ഉരുട്ടി എന്റെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. അമ്മോ, ഒരു ബുദ്ധിമാൻ എത്തിയിരിക്കുന്നു. ഫുട്ബോൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒരു പന്ത് വെച്ച് കളിക്കുന്ന കളിയാ. അതിൽ 2 ടീം ഉണ്ടാവും. ഓരോ ടീംസും എത്ര പോയിന്റ് എടുക്കുന്നവർ നോക്കും. അവസാനം അവർ വിജയി പ്രഖ്യാപിക്കും. പക്ഷെ അത് സംഭവിക്കാൻ വിടരുത്. എന്റെ ഈ ഗോൾഡൻ ട്രംപറ്റ് ഉപയോഗിച്ച് അവരുടെ സന്തോഷം ഞാൻ നശിപ്പിക്കും. അതിനുശേഷം ആ ഗോൾഡൻ പ്ലാനറ്റിലേക്ക് പോയി അവിടുത്തെ രാജാവായി മാറണം. ഇതിനെല്ലാത്തിനും ഞാൻ തയ്യാറാണ്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ ക്യാപ്റ്റൻ. നിങ്ങളുടെ ആഗ്രഹമല്ലേ ഞാൻ നിറവേറ്റേണ്ടത്. അതാണ് എന്റെ ജോലി. പെട്ടെന്നാവട്ടെ. നിങ്ങളെ സഹായിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. എന്താ ചെയ്യേണ്ടത് പറഞ്ഞല്ലോ. ഇനി ഞാൻ നോക്കിക്കോളാം.
ഇന്ന് തക്കേലയുടെ മാജിക് അടിച്ച് തകർക്കാൻ പോവുകയാണ്. അതിന് പറ്റിയ മാതിരി എന്തെങ്കിലും ചെയ്യണം. ക്യാപ്റ്റൻ, അവിടെ നിന്ന് എന്തോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന മാതിരി തോന്നുന്നുണ്ട്. അത് കാണുമ്പോ തന്നെ പേടിയാകുന്നു. ഇത് ഗോൾഡൻ പ്ലാനറ്റുകാരൻ ചെയ്തെന്നാ തോന്നുന്നേ. എനിക്ക് പേടിയാകുന്നുണ്ട്. നീ എന്തിനാടാ പേടിക്കുന്നത്? എന്റെ കയ്യിൽ ട്രംപറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാന്നേ. ഇതൊക്കെ എന്ത് ചീള് കേസ്, ഞാൻ കൈകാര്യം ചെയ്തോളാം. അവന്റെ ജോലി അവൻ തുടങ്ങിക്കഴിഞ്ഞു, കണ്ടില്ലേ? ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് ശരിയല്ല. അവൻ ജനങ്ങളുടെ സന്തോഷം അപഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന് പവർ കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്കത് തടഞ്ഞു നിർത്തിയേ പറ്റൂ. ആ ട്രംപറ്റിന്റെ സഹായം കൊണ്ട് അവൻ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇനി അവന് വെറുതെ വിടാൻ പാടില്ല. ഞങ്ങൾ അവന് നോക്കിക്കോളാം. ബോസ് വിഷമിക്കണ്ട. ഒരു ടക്കല പക്കല, അവന് ട്രംപറ്റ് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ക്യാപ്റ്റൻ, നമുക്ക് ഇവിടെ നിന്ന് ഉടനെ തന്നെ പോകാം. വരൂ, പോകാം. മിണ്ടാതിരിടാ, ഞാൻ ഈ ട്രംപറ്റിന്റെ പവർ കൂട്ടിക്കൊണ്ടിരിക്കുക. ക്യാപ്റ്റൻ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കണ്ട. അത് ശരി, നമ്മുടെ കയ്യിൽ ലേസർ ഗണ്ണൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ജനങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ പെട്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞു തന്നെ. നീ ഇതുവരെ എന്താ തെളിച്ച് പറഞ്ഞിരിക്കുന്ന മണ്ട? നീ രക്ഷപ്പെട്ടു അല്ലേടാ? അവനിപ്പോ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? ഇനിയിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കുക? മന്നു, ആ പോർട്ടൽ ഇപ്പോൾ എവിടെയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ സ്മാർട്ട് വാച്ച് ആ പോർട്ടലിന്റെ ഒപ്പം കണക്ട് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ കള്ള ക്യാപ്റ്റൻ എവിടെയുണ്ടെന്ന് ഇത് വെച്ച് കണ്ടുപിടിക്കാം അല്ലേ? അവൻ വിചാരിച്ചാൽ ആ പോർട്ടൽ ഉപയോഗിച്ച് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ. എന്റെ പോർട്ടൽ എനിക്ക് കിട്ടില്ല. മന്നു, നീ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ ഭൂതങ്ങളാണ്. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെ പോലെയുള്ള മനുഷ്യർക്കാണ് ഈ പോർട്ടലിന്റെയൊക്കെ ആവശ്യം. മന്നു, ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഞങ്ങളുടെ മാജിക് എന്താണെന്ന് നിനക്ക് ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാം. ഈ വാച്ച് എന്തൊക്കെയോ സിഗ്നൽ തരുന്നുണ്ടല്ലോ, എന്താണെന്ന് നോക്കാം. അവരുള്ള ലൊക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കും. അത് വെച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷേ നിന്റെ സയൻസും ഞങ്ങളുടെ മാജിക്കും എന്താണ് കാണിക്കുന്നതെന്ന് കാണണ്ടേ? എനിക്ക് മനസ്സിലായി ബോസ്. ഓ, അപ്പൊ ഇതാണ് ആ കള്ളന്റെ സ്പേസ് ഷിപ്പ് അല്ലേ? ഇവന്മാര് വീണ്ടും എത്തിയോ? ഇവന്മാരെ വെറുതെ വിടരുത്. പോവിനടാ. ഇതാടാ മോനെ ടീം വർക്ക്. നല്ലവർക്കൊക്കെ ഞങ്ങൾ നല്ല ഭൂതങ്ങളാണ്, അല്ലാത്തവർക്ക് ഞങ്ങൾ ചീത്ത ഭൂതങ്ങളും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്പേസ് ഷിപ്പിലേക്ക് തന്നെ നിങ്ങൾ വരും. ട്രംപറ്റ് വെച്ച് എന്തെങ്കിലും ചെയ്യേണ്ട ക്യാപ്റ്റൻ. ഞങ്ങൾ ഇന്റലിജന്റ് ആണെന്ന് മനസ്സിലായോ? നിന്റെ സാധനങ്ങളാ പൊളിയുന്നത്. നിങ്ങളുടെ പ്ലാനറ്റിൽ ഞാൻ വിചാരിച്ച കാര്യം ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ ഞാൻ ഗോൾഡൻ പ്ലാനറ്റിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? അയ്യോ. ഒളിച്ചു ടക്കേല പക്കേല. നിങ്ങളെ ഞാൻ അത്ര പെട്ടെന്ന് ഇവിടുന്ന് വിടില്ല. എന്റെ ഈ ട്രംപറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ശക്തി മൊത്തം ഞാൻ തന്നെ എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്തോളാം.
ഓ നോ, അവര് 3 പേരും വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. അവരെ വിടാൻ പാടില്ല. വരൂ പോവാം. ക്യാപ്റ്റൻ, നിങ്ങളുടെ ബുദ്ധി അപാരം തന്നെ. അവരെ പറ്റിച്ചിട്ട് വീണ്ടും കൂടുതൽ ജനങ്ങളുള്ള അവരുടെ പ്ലാനറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നില്ലേ ക്യാപ്റ്റൻ? അല്ല, നമ്മളെ കൊണ്ട് അവരെ പറ്റിക്കാനാവില്ല. അവര് നമ്മളെ തെരഞ്ഞിപ്പോ തന്നെ ഇങ്ങോട്ട് എത്തും. അതിനു മുന്നേ ഇവിടുത്തെ ആൾക്കാരുടെ സന്തോഷം നമ്മൾ എടുക്കണം. പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ എന്താ ചെയ്യാൻ പോന്നെ നോക്കിക്കോ. നീ ഇപ്പൊ നിന്റെ കളി തുടങ്ങിക്കോ. എന്തിനാ ആലോചിക്കുന്ന ട്രംപറ്റ്? ട്രംപറ്റിന് എന്തെങ്കിലും എനർജിയായി മ്യൂസിക് ഉണ്ടെങ്കിൽ അത് വർക്കാകൂ. പോയി വല്ല മ്യൂസിക് വിടറാ. വീണ്ടും അവർ നമ്മുടെ സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടത് കണ്ടില്ലേ? പക്ഷേ അറിയില്ലല്ലോ. ഇവിടെ എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾക്ക് ഉടനെ കണ്ടുപിടിച്ചേ പറ്റും. കണ്ടില്ലേ, ഈ മ്യൂസിക് കേൾക്കുമ്പോ എനിക്ക് തന്നെ സന്തോഷാവുന്നു. ക്യാപ്റ്റൻ, നിങ്ങൾ മ്യൂസിക് കേട്ട് മതിമറന്ന് നിൽക്കുകയാണല്ലേ? നമ്മൾ വന്ന കാര്യം മറക്കല്ലേ ബോസ്. നമ്മുടെ ഈ പ്ലാനിൽ യാതൊരു തെറ്റും സംഭവിക്കാൻ പാടില്ല. ഞാനിപ്പോ മ്യൂസിക് കൂട്ടാൻ പോവുക. എല്ലാവരും ഒരുമിച്ച് പറയൂ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സബാഷ്, അടിപൊളി. നിങ്ങൾ രണ്ടുപേരും കലക്കി. ഇപ്പൊ ഈ സന്തോഷം മൊത്തം ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്റെ ട്രംപറ്റിന് കൂടുതൽ ശക്തി കിട്ടും. എന്റെ ശക്തിയും കൂടും. പിന്നെ നമ്മൾ ഈ ട്രംപറ്റിന്റെ ഗോൾഡൻ പ്ലാനറ്റിലേക്ക് പോകാം. കണ്ടില്ലേ, ആ കള്ള ക്യാപ്റ്റനും അനുയായികളും അവിടെയാണുള്ളത്. കണ്ടില്ലേ, എല്ലാവരുടെ സന്തോഷവും ഇപ്പൊ നമ്മുടെ കൺട്രോളിലാണ്. വന്ന കാര്യം സക്സസ്. ഇപ്പൊ നമുക്ക് പോകാം. ഗോൾഡൻ പ്ലാനറ്റിൽ പോയി നമ്മുടെ കളി തുടങ്ങാം. വാ, വേഗം പോവാം. ടക്കേല പക്കേല, നിങ്ങൾ ചെന്ന 2 പേരെ നോക്കൂ. ഞാൻ ചെന്ന ക്യാപ്റ്റനെ നോക്കിക്കോളാം. ബോസ്, അതാ കണ്ടില്ലേ ആരെ വരുന്നെന്ന്. അവന്മാരെ തടുത്ത് നിർത്ത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞങ്ങളെ പിടിക്കാനാവില്ല. ഞങ്ങളുടെ പ്ലാനറ്റിൽ വന്ന് ഞങ്ങളോട് അധികാരം കാണിക്കുന്നു. ഇപ്പൊ കണ്ടോ? ഇതുള്ളത് കൊണ്ടല്ലേ നീയൊക്കെ തുള്ളുന്നത്. ഇപ്പൊ കാണിച്ചു തരാം.
എന്താണിതൊക്കെ? നീ ഒരു വിഡ്ഢിയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീയും പലതരം അഭ്യാസങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? നിന്റെ പ്ലാൻ ഗോൾഡൻ പ്ലാനറ്റിലേക്ക് പോവുക എന്നുള്ളതല്ലേ? അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഈ പിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്താണ്. മര്യാദയ്ക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്നതാ നല്ലത്. ഭൂതം ബോസേ, വരൂ 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 വരൂ. ആ രണ്ടുപേരെയും കെട്ടിട്ടുണ്ട്. മറ്റവനോട് പോയി. ബോസേ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് പാർട്ടി അറ്റൻഡ് ചെയ്യണം, നിങ്ങൾക്ക് കഴിക്കണം. അതിനു മുൻപ് മന്നുവിനെ സന്തോഷിപ്പിക്കണം. കൂടാതെ ഫുട്ബോൾ കണ്ടുകൊണ്ടിരുന്ന കുട്ടികളുടെ സന്തോഷം, ഒപ്പം കാർണിവലിലെ ഈ ജനങ്ങളുടെ സന്തോഷം എല്ലാം നിലച്ചു പോയില്ലേ? ഇതിനൊക്കെ കാരണം ആ കള്ള ക്യാപ്റ്റൻ അല്ലേ? ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ ഇവരെയും കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. വേഗം ഞങ്ങളുടെ കൂടെ വരൂ. ആ ക്യാപ്റ്റൻ ഇപ്പോൾ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എന്നറിയില്ല. ഇപ്പൊ എങ്ങനെയാണ് അവനെ കണ്ടുപിടിക്കുക? ഭൂതം ബോസേ, എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. ഭൂതം ബോസേ, അതിലും നല്ലൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഭൂതം ബോസേ, വേണ്ട, ഈ ടക്കേലെ ഒരിക്കലും വിശ്വസിക്കല്ലേ. വിശ്വാസം. ടക്കേല പക്കേല തയ്യാറായിക്കൊള്ളൂ. നമുക്ക് വിജയം കൈവരിക്കുവാൻ സമയമായിരിക്കുന്നു. ക്യാപ്റ്റനും കുടുങ്ങി പോകുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളാര് രക്ഷിക്കും? എന്തിനാ നീ അങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? അതൊന്നും സംഭവിക്കില്ലെന്നേ. നമ്മുടെ ക്യാപ്റ്റൻ ആ ഗോൾഡൻ പ്ലാനറ്റിലേക്ക് പോകും. പക്ഷെ നമ്മൾ എങ്ങനെയാ ഇവിടുന്ന് രക്ഷപ്പെടുന്നതെന്ന് ആലോചിക്കണം. എന്റെ പേരാണ് പക്കോട. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. നിങ്ങളാരാ? ഞാനാണ് ക്യാപ്റ്റൻ രാജാവിന്റെ റൈറ്റ് ലെഗ്. റൈറ്റിലേക്കോ? അതെ, റൈറ്റ് ലെഗ് തന്നെ. രാജാവിന്റെ ശിഷ്യരായ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങളെ അതിൽ നിന്നും രക്ഷിക്കാൻ എന്നെ പറഞ്ഞയച്ചതാണ്. ഇപ്പൊ മനസ്സിലായോ? ക്യാപ്റ്റൻ അയച്ചതാണെന്ന് തോന്നുന്നു. ആന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ഈ ക്യാപ്പിൽ എന്താ ഉള്ളത്? ക്യാപ്റ്റൻ കണ്ടില്ലേ? പാസ്വേഡ് എന്താണെന്ന് പറയൂ. പാസ്വേഡോ? എന്തിന്റെ പാസ്വേഡ്? അതുപോലെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഗോൾഡൻ പ്ലാനറ്റിലേക്ക് പോകുന്ന ലൊക്കേഷൻ പാസ്വേഡ്. വേഗം പറ, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും വിട്ടിട്ട് ഞാനങ്ങ് പോകും. കേട്ടല്ലോ? ഓക്കെ ഓക്കെ, ഞാൻ നിനക്ക് സ്വകാര്യമായിട്ട് പറയാം. നീ ആരോടും പറയല്ലേ. അല്ല, നിങ്ങൾ പറയുന്നത് ശരിക്കുള്ള പാസ്വേഡ് അല്ലേ? ഞങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ. പക്കേല, അഡ്രസ് കറക്റ്റ് ആണ്. നിങ്ങൾ പരീക്ഷയിൽ പാസ്സായി കേട്ടോ. രണ്ടുപേരും മിടുക്കന്മാരാണ്. ക്ലാപ്പ് ചെയ്തോളൂ. ഇനി നമ്മൾ പോവാല്ലേ? അയ്യോ, എന്റെ അമ്മേ, നമ്മൾ പിടിക്കപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കൂ. കാരണം നിങ്ങൾ രണ്ടുപേരും നല്ലവരാണ്. പക്ഷേ നീ കള്ളനാണ്. നിന്നെ ജയിലിൽ അടയ്ക്കാൻ പോവുകയാണ് ഞാൻ. പേടിക്കണ്ട, അഡ്രസ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ കൊണ്ടുപോയിക്കോളാന്നേ. വെൽ ഡൺ പക്കേല. ആ കള്ള ക്യാപ്റ്റനെ നല്ലൊരു പാഠം പഠിപ്പിക്കാൻ ഇന്ന് സമയമായിരിക്കുന്നു. ഭൂതം ബോസേ, ഇവിടെയുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാറ്റിനും ആന്റിനയുണ്ട്. നമ്മൾ കുറച്ച് വൈകി പോയെന്നാ തോന്നുന്നത്. നമ്മൾ എപ്പോഴെത്തി എന്നതല്ല ഇവിടെ പ്രാധാന്യം ടക്കേല. നമ്മളപ്പോൾ എന്ത് ചെയ്തു എന്നതാണ് പ്രാധാന്യം. അതിൽ നമ്മൾ ജയിക്കും. നിങ്ങൾ പൊളിച്ചു ബോസേ, കൊള്ളാം. നമ്മുടെ ആദ്യത്തെ ജോലി എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്നത് ട്രംപറ്റ് എടുക്കുക എന്നതാണ്. രണ്ടാമത്തേത് അതിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ അത് എത്തിക്കുക എന്നതാണ്. രക്ഷപ്പെടാൻ പക്കേല. അത് കുത്തി കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. വാ, ഓടിക്കോ, രക്ഷിക്കണേ. ഓ നോ, അപ്പോഴത്തേക്കും എവിടെ പോയി? ഒരുപക്ഷെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയോ? എങ്ങനെയാണ് അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക? ഓഹോ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ കള്ളനല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നവനാണ്. 2 മിനിറ്റ് ഞാൻ പറയുന്നതൊന്ന് സാവധാനം കേൾക്കൂ.
അയ്യോ, ഇത്രയും വലിയ ശക്തിമാനോ? ഒരു മല തന്നെ തകർത്ത് കളഞ്ഞല്ലോ. വേറെന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? താങ്ക് യു ക്യാപ്റ്റൻ. നിങ്ങളുടെ ഈ മാജിക് കാണുമ്പോ തന്നെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ വലിയ ആളാണ്. ഞാൻ ഭൂതം ബോസാണ്. ഞാൻ ബ്ലൂ പ്ലാനറ്റിൽ നിന്നും ഇവിടേക്ക് ആ കള്ള ക്യാപ്റ്റനെ പിടിക്കാൻ വന്നതാണ്. നീ ആരാണ്? ഞാനാണ് ജാങ്കു, ഈ പ്ലാനറ്റിന്റെ രാജാവിന്റെ പേഴ്സണൽ ബോഡി ഗാർഡ്. ഞാനും ഡൈനമോ ഹോഴ്സും രാജാവിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആണ്. ശരി, അതൊക്കെ വിട്. ഞങ്ങൾ ഓൾറെഡി ആ ബദ്മാഷിനെ തപ്പിക്കൊണ്ടിരിക്കുക. പ്രതികാരം വീട്ടിയിരിക്കും. ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്. ഈ ഹെൽമെറ്റ് നിങ്ങളെ ആ കള്ള ക്യാപ്റ്റന്റെ പ്ലാനിൽ നിന്നും തീർച്ചയായും രക്ഷിക്കുന്നതായി. ചേട്ടാ, എന്റെ കാതിൽ എന്തോ മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ഭൂതം ബോസ്. നിങ്ങൾ കറക്റ്റ് സമയത്തിന് വന്ന എന്നെ സഹായിച്ചത്. ബദ്മാസിനെ പിടിക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നിങ്ങളോ? അത് ആനപ്പുറത്ത് എപ്പോ, എങ്ങനെ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിരിക്കും. അതിനു മുമ്പ് ആ കള്ള ക്യാപ്റ്റനെ നമുക്ക് പിടിക്കണ്ടേ? ഇനി നിങ്ങളുടെ പുതിയ രാജാവ് ഞാനാ. രാജാവിന് കൊടുക്കുന്ന എല്ലാ ബഹുമാനവും എനിക്കും തരണം. മനസ്സിലായോ? മറ്റുള്ളവരുടെ സന്തോഷം അപഹരിച്ചിട്ട് നിനക്ക് സന്തോഷമായി ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ എല്ലാ പ്ലാനും ഞങ്ങൾ പൊളിച്ചു. എടോ, നിങ്ങൾ ഇവിടെ എത്തിയോ? എങ്ങനെ ഇത് സംഭവിച്ചു? രാജാവിനെതിരെ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് എന്താടാ ചെയ്യുന്നേ? പോയവനെ അടിച്ച് പഞ്ചറാക്ക്. അതെ, ഇങ്ങോട്ട് നോക്കൂ. നിന്റെ രാജാവ് ടോട്ടോയാണ്, അല്ലാതെ ആ കള്ള ക്യാപ്റ്റൻ അല്ല. സത്യം നീ വേണം മനസ്സിലാക്കുവാൻ. ഈ ടോട്ടോ ആരാണ്? നിന്നെ പിടിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. പകരത്തിന് പകരം എന്ന് നീയല്ലേ എപ്പോഴും പറയാറുള്ളത്? ഈ വാക്ക് ഞാൻ എപ്പോഴാ പറഞ്ഞത്? എനിക്ക് ഒട്ടും ഓർമ്മയില്ലല്ലോ. പറയുന്നത് കേൾക്ക്. ഞാനും നിന്റെ ഭാഗത്താണ്. ഇവിടെയുള്ള ക്യാപ്റ്റനാണ് എന്റെ രാജാവ്. നീ ടോട്ടോയുടെ കൂട്ടുകാരനാണോ? നിന്നെ പിടിക്കാണ്ട് ഞാൻ അടങ്ങില്ല. നമ്മുടെ തലയെഴുത്ത്. നമ്മള് സമാധാനത്തോടെ കഴിച്ച് ഉറങ്ങേണ്ടവരായിരുന്നില്ലേ? അല്ല, ഇവിടെ നിൽക്കുന്ന നീ ആരാണാവോ? നീ ആരാണ്? പകരത്തിന് പകരം അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. പകരത്തിന് പകരം ഈ വാക്ക് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലോ. എടാ അഹങ്കാരി ഡൈനമോ, നിന്റെ രാജാവിനെ നീ അനുസരിക്കില്ലേ? നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ.
പകരത്തിന് പകരം അവന് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. എന്റെ ട്രംപ് ഞാൻ വീണ്ടും പഴയതുപോലെയായി. എന്നെ കൊണ്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഭൂതം ബോസ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഈ ഭൂതം ബോസ് എല്ലാവരും രക്ഷിച്ചോ? ഇനി പത്മാഷിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ആ ഗോൾഡൻ പ്ലാനറ്റിന് നല്ല കാലം വന്നിരിക്കുകയാണ്. കിങ് ടോട്ടോ, നിങ്ങളുടെ ഈ ട്രംപറ്റിനെ രക്ഷിക്കുവാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടു. വളരെ നന്ദിയുണ്ട് ഭൂതം ബോസേ. എവിടെ നിന്നോ വന്ന നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. പക്ഷേ ഈ ക്യാപ്റ്റൻ ഞങ്ങൾ ഒരു ദിവസം പോലും സമാധാനത്തിലൊടിക്കാൻ സമ്മതിച്ചില്ല. അവൻ തെറ്റൊരിക്കലും സമ്മതിക്കില്ല. അത് നമ്മളെ കൊണ്ട് മാറ്റാനും പറ്റില്ല. കള്ള ക്യാപ്റ്റ, നല്ലൊരു രാജാവ് ജനങ്ങളുടെ സന്തോഷം മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. അതായത് ഈ ടോട്ടോയിനെ പോലെ. ഈ ക്യാപ്റ്റനെ ജയിലിലടച്ചു വെക്കാൻ ഞാൻ ഉത്തരവിടുകയാണ്. നിങ്ങൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോകാൻ സമയമായി. ഒരുപക്ഷെ നിങ്ങൾക്ക് വല്ല സഹായവും വേണ്ടി വന്നാൽ ഇത് ഊതിയാൽ മാത്രം മതി. ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ എപ്പോഴയോ ഞങ്ങളുടെ കൂട്ടുകാരായിരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ പ്ലാനറ്റിലേക്ക് വരാം, താമസിക്കാം. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കും. പകരത്തിന് പകരം ചെയ്തേ തീരൂ. ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും വലിയ കാര്യം ചെയ്തതിന് ഇവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലത്തെ പുതിയ ഇൻവെൻഷൻസ് നമ്മൾ അംഗീകരിക്കണം. മറ്റുള്ളവരുടെ അറിവിന്മേൽ അസൂയ കൊള്ളാതെ അവരെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും അത് പഠിക്കണം. എന്നാൽ മാത്രമേ ആ ഇൻവെൻഷൻസ് പ്രയോജനപ്പെടൂ. ഇത്രയും ദിവസം ഏലിയൻ ജനങ്ങളെയൊക്കെ കണ്ടിട്ട് നമ്മുടെ ജനങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. പക്കല എലിനെ മാറി കഴിഞ്ഞാൽ നന്നായിരിക്കില്ലേ ബോസേ? ആലോചിച്ച് നോക്ക്. ഞാനും ആലോചിച്ചു നോക്കി. ഇതും വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളെ രണ്ടുപേരെയും ഏലിയനായി കാണുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഭൂതം ബോസേ, പക്കലയും ഞാനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇനി ഞങ്ങൾ വഴക്കിടില്ല. അതേ ഭൂതം ബോസ്, ഞങ്ങള് രണ്ടുപേരും ഒറ്റ സുഹൃത്തുക്കളല്ലേ? എപ്പോഴും ഇങ്ങനെ തന്നെ വേണം.